ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണി ടോക്കിൽ നമ്മൾ കുറച്ച് സംരംഭങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ സംരംഭങ്ങളാണ് ഇന്ന് നമ്മൾ മണി ടോക്കിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സംരംഭങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച് മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് റിസ്ക് അധികം ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്ന നൂതന ആശയമാണത്. ക്ലൗഡ് കിച്ചൺ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം. നമ്മൾ സാധാരണയായിട്ട് ഓൺലൈനിലൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ഹോട്ടലുകളിൽ നിന്നല്ല നമുക്ക് ഭക്ഷണം എത്തിക്കുക. അത് സ്വിഗ്ഗി, സൊമാറ്റോ മുതലായ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു, ഹോട്ടലുകളിൽ നിന്ന് അവർ നമുക്ക് ഭക്ഷണം എത്തിക്കുന്നു. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ക്ലൗഡ് കിച്ചനകത്തും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ വീട്ടിൽ നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നു, നല്ല രുചികരമായ ഭക്ഷണം നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നു. നമ്മൾ എന്നിട്ട് സ്വിഗ്ഗി അല്ലെ സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഫുഡ് ആപ്ലിക്കേഷനുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, ഓൺലൈനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പം കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഫുഡ് അവർ ഓർഡർ ചെയ്യുന്നു. സ്വിഗ്ഗി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സൊമാറ്റോ പ്ലാറ്റ്ഫോം അവർ യൂസ് ചെയ്ത് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ അരികിൽ നിന്ന് ഭക്ഷണം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പം നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിനെ തേടി പോകേണ്ട ആവശ്യമില്ല. കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുകയും ചെയ്യും. നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും. അതോടൊപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ബിസിനസ് എന്ന നിലയിൽ തന്നെ നമുക്കിത് കൊണ്ടു നടക്കാം. അതുവഴി നല്ല വരുമാനം നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഓഫീസുകളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിലൊക്കെ ഫംഗ്ഷനുകളുണ്ടാകും, അല്ലെങ്കിൽ വേണ്ട വീടുകളിലൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ ഹോംലി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും ഈ ടൗണുകളിലൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ ടൗൺ ഏരിയയിലൊക്കെ ഈ ക്ലൗഡ് കിച്ചണൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം, നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് സംരംഭമാണിത്. ഈ ടൗൺ ഏരിയയിലൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ അവർ ഹോംലി ഫുഡുകളൊക്കെ സെർച്ച് ചെയ്യുമ്പം നല്ല ഫുഡ് കിട്ടുന്ന എവിടെയാണെന്നൊക്കെ നോക്കി അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ നോക്കി അവർ ഓർഡർ ചെയ്യും. അപ്പോൾ അവർക്കൊരിക്കലും ആ ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് തന്നെ വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത് നമുക്ക് സിറ്റി ലൈഫിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് സംരംഭം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ബിസിനസ് സംരംഭമാണ് ഈ പെറ്റ് കെയർ അല്ലെങ്കിൽ പെറ്റ് ഷോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇത് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ അത്ര കാര്യമായിട്ടില്ല. എങ്കിലും ടൗണുകളിലൊക്കെ വളരെ സുലഭമായ ഈ പെറ്റുകളോടൊക്കെ, അതായത് പെറ്റ്സ് ആനിമൽസ്, ക്യാറ്റ്, അതുപോലെ തന്നെ പട്ടി, അങ്ങനെ പെറ്റുകളെ കെയർ ചെയ്യാനായിട്ടുള്ളൊരു ഷോപ്പ് അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ട്രെയിനിങ് സെൻറ്ററുകൾ, ഇതൊക്കെ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് ലഭ്യമാകും. എങ്ങനെയാണ് വരുമാനം ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെറ്റ് കെയറിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഷോപ്പ് തയ്യാറാക്കണം. അപ്പോൾ അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസുകളെല്ലാം ഉണ്ടാകും, അവരുടെ ഫുഡ് ഐറ്റംസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഇവയൊക്കെ നമ്മൾ കെയർ ചെയ്ത് ട്രെയിനിങ് കൊടുത്ത്, ഇപ്പം ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന സമയമാണെങ്കിലും വളരെ പെറ്റിനോട് വളരെയധികം ആത്മാർത്ഥതയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് എന്താണ് പറയുക, നമ്മുടെ ഡേ കെയർ പോലെ തന്നെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ ആണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പെറ്റ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുകയും അവിടെ അവരെ സ്റ്റേ ചെയ്യിക്കുന്ന രീതിയിലൊക്കെ ഉള്ള സംരംഭങ്ങൾ, അത് ടൗണുകളിലാണ് കൂടുതലായിട്ട് ഇത് നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംരംഭങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പം ഇങ്ങനെ ഈ നമ്മൾ ഈ പെറ്റ് കെയർ അല്ലെങ്കിൽ പെറ്റ് സർവീസ് സെൻ്ററുകൾ, പെറ്റ് ഷോപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വരുമാനം നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ലഭിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫുഡ് ഐറ്റംസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇതൊക്കെ നമ്മൾ പാക്കുകളിലാക്കിയിട്ട് ടിഫിൻ ബോക്സുകളിൽ, അത് നമ്മൾ ലഞ്ച് ബോക്സുകളൊക്കെ ആക്കി നമ്മൾ ടൗണിൽ എത്തിക്കുക, അതായത് തിരക്കുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് നമുക്ക് ആളുകൾക്ക് കൊടുക്കുക. അപ്പോൾ അതുവഴി നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് ലഭ്യമാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ
ഈ ലഞ്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു മേഖലയും കൂടിയാണ്. പിന്നീട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു സംരംഭമാണ് സ്റ്റിച്ചിങ് വർക്കുകൾ, അതുപോലെ ആൾട്രേഷൻ സെൻറ്റർ. ഇപ്പം മിക്ക ആളുകളും റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് അവർ റെഡിമെയ്ഡായിട്ടുള്ള ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വരും. പലപ്പോഴും അവർ സ്യൂട്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ബോഡിക്ക് ചേരുന്ന രീതിയിൽ, ബോഡി ഷേപ്പിന് അനുയോജ്യമായ രീതിയിലായിരിക്കില്ല ഡ്രസ്സുകൾ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെ നമുക്ക് വീണ്ടും റീസ്റ്റിച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആൾട്രേഷൻ വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സംരംഭം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയാവുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വരുമാനം അതിൽ നിന്ന് ലഭിക്കും, നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതാണ്. ഇതിലൊന്നും നമുക്ക് അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, റിസ്ക് ഫാക്ടറികളില്ല. നമുക്ക് കൂടുതൽ ആളുകൾ വരും, നല്ല വരുമാനം നമുക്ക് കിട്ടും. ഒരു ആൾട്രേഷൻ വർക്കിന് തന്നെ 100-150 രൂപയാണ് ആളുകൾ വാങ്ങിക്കുക, ഒരു ചെറിയൊരു ആൾട്രേഷന് പോലും. നിങ്ങളപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതിൽ എത്രത്തോളം നമുക്ക് സ്കോപ്പ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംരംഭമാണ് ഡ്രസ് മെറ്റീരിയൽസ്. ഡ്രസ് മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ടുള്ള ഡ്രസ്സുകളായിക്കോട്ടെ, ഇവ നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പ് ഇട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ സംരംഭം. അപ്പം ഇതിലും റിസ്ക് വളരെയധികം കുറവാണ്. നമ്മൾ ഓൺലൈനിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് വളരെയധികം കുറവാണ്. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈനായിട്ടുള്ള സ്റ്റോറുകളിലായിരിക്കാം നമ്മൾ ഒരു പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ ബേസിൽ വരുമാനം കിട്ടും. ഇനിയിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഓർഡർ തന്നു കഴിയുമ്പം അത് എവിടെയാണോ ഉള്ളത് അവർക്ക് ആ ഓർഡർ മറിച്ച് കൊടുത്ത് നമുക്ക് കമ്മീഷൻ എടുത്ത് നമുക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് വാങ്ങി നമുക്ക് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാം. അതുവഴി നമുക്ക് നല്ല വരുമാനം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റുകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളിൽ അഫിലിയേറ്റ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴിയൊക്കെ നല്ല വരുമാനം നമുക്ക് കിട്ടും. ഇവിടെയൊന്നും നമുക്ക് അധികം റിസ്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭം എന്ന് പറയുന്നത് ഈവൻറ്റ് മാനേജ്മെൻറ്റാണ്. നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും അറിയാം, ഇന്ന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിക്കോട്ടെ, മാര്യേജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹൗസ് വാമിങ് ആയിക്കോട്ടെ, അങ്ങനെ എന്തുമായിക്കോട്ടെ, ഏതു ആഘോഷങ്ങളും അതൊരു ചിട്ടയോട് കൂടിയിട്ട് നടത്താനായിട്ടും അതൊരു വേണ്ട രീതിയിൽ മാനേജ് ചെയ്ത് A to Z കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് അതിൻ്റെ എൻഡിലെത്തിക്കാനായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാലമാണ് അല്ലേ. അങ്ങനെ എല്ലാ വർക്കുകളും ഏറ്റെടുത്ത് ചെയ്ത് അതിനെ വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ടീം വർക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ ഒരു ടീം വർക്ക് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ A to Z കാര്യങ്ങൾ നല്ല ആക്യുറസിയോടെ, കൃത്യതയോടെ, നന്നായിട്ട്, എത്ര മനോഹരമായിട്ട് അത് എത്തിക്കാൻ കഴിയും, അത് പരിസമാപ്തിയിൽ എത്തിക്കാൻ കഴിയുമോ അവിടെയാണ് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ വിജയമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു നേതൃത്വം ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടീം വർക്കായിട്ട് ഒരു ചെറിയൊരു കമ്പനി, കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു കമ്പനി പോലെ തുടങ്ങി നിങ്ങളതിനെ വിജയിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ബിസിനസ് സംരംഭമാണ്, അധികം വലിയ റിസ്ക് ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് സംരംഭമാണ് വീട്ടിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഗ്രോസറി ഐറ്റംസൊക്കെ ഓർഡർ എടുത്ത് അവിടെ എല്ലാ വീടുകളിലും നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് ചെറിയൊരു തുക നിങ്ങൾക്ക് കമ്മീഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അത് നിങ്ങൾ ഷോപ്പുകളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഹോൾസെയിലായിട്ട് തന്നെ സാധനങ്ങൾ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഓൺലൈൻ ആപ്പൊക്കെ, നിങ്ങൾക്ക് മൊബൈൽ ആപ്പൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ഓർഡറുകൾ എടുത്ത് നിങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെയും നിങ്ങൾക്ക് നല്ല വരുമാനം നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പം ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സംരംഭം തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചെറിയ തുകയിൽ തന്നെ തുടങ്ങാം. നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു മനസ്സ് വേണം, നമുക്ക് വിജയിക്കണമെന്നുള്ളൊരു മനസ്സ് വേണം, ബിസിനസ് ചെയ്യാൻ ആഗ്രഹം വേണം. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.